നമസ്കാരം. കൈരളി പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചി മെട്രോ റെയിൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന്. മന്ത്രിസഭയുടെ പ്രതിച്ഛായ നഷ്ടമാക്കിയ ടോം ജോസിന്റെ കത്ത് സംബന്ധിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്യും. തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ഇന്ന്. ജില്ലയിലെ വികസന പദ്ധതികളിൽ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ എൽഡിഎഫിന്റെ ജനകീയ കൺവെൻഷൻ തിരുവനന്തപുരത്ത്. നെല്ലിയാമ്പതി റിപ്പോർട്ട് സമർപ്പിക്കാൻ യുഡിഎഫ് ഉപസമിതി യോഗം ഇന്ന്. ചെറുകിട തോട്ടം തൊഴിലാളികളെ പാട്ടക്കുടിശ്ശികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശം. പാട്ടകാലാവധി കഴിഞ്ഞ ഭൂമി നെല്ലിയാമ്പതിയിൽ ഇല്ലെന്നും സമിതിയുടെ കണ്ടെത്തൽ. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പോലീസ് ഇന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് തെളിവെടുക്കും. പൈലറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 6 യാത്രക്കാർക്ക് പോലീസ് നോട്ടീസ് നൽകും. ഇടുക്കിയിലെ അണക്കരയിലെ നിർദ്ദിഷ്ട വിമാനത്താവള നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. പ്രതിഷേധത്തിന് കാരണം നെൽവയൽ നികത്തലും കുടിയൊഴിപ്പിക്കലും. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ത്യൻ ടീമുകൾക്ക് വിജയം. സെമി പ്രതീക്ഷകൾ സജീവമാക്കി ഡെയർ ഡെവിൾസ് പെർത്ത് സ്കോച്ചേഴ്സിനെ തോൽപ്പിച്ചു. വാർത്തകളിലേക്ക്. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയിൽ നിന്ന് ഇ ശ്രീധരനെ മാറ്റി നിർത്താനുള്ള നീക്കവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാനായി ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം തലസ്ഥാനത്ത് ചേരും. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞ ടോം ജോസിന്റെ കത്തും മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. കൂടാതെ കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല വേണ്ടെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തീരുമാനിച്ചാൽ ആഗോള ടെൻഡർ ക്ഷണിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളും ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. തലസ്ഥാനത്തെ മാലിന്യ നീക്കം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നഗരത്തിലെ മാലിന്യം ഉപയോഗശൂന്യമായ കരിങ്കൽ ക്വാറികളിലേക്ക് മാറ്റാനുള്ള സർക്കാർ തീരുമാനം പ്രതിഷേധത്തിന് ഇടയാക്കിയ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. മാലിന്യ സംസ്കരണത്തിനുള്ള ബദൽ സംവിധാനം യോഗം ചർച്ച ചെയ്യും. വിളപ്പിൽശാല മാലിന്യ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കുള്ള എതിർപ്പും സർവകക്ഷി യോഗത്തിൽ ചർച്ചാ വിഷയമാകും. വിഴിഞ്ഞം പദ്ധതിയുടെയും കരമന കളിയിക്കാവുള്ള റോഡ് വികസനത്തിന്റെയും കാര്യത്തിലുള്ള യുഡിഎഫ് സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ എൽഡിഎഫ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഇതിന്റെ മുന്നോടിയായുള്ള ജനകീയ കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരം വിജെടി ഹാളിൽ നടക്കും. ജനപ്രതിനിധികളും പാർട്ടി നേതാക്കളും പങ്കെടുക്കുന്ന കൺവെൻഷൻ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നെല്ലിയാമ്പതി തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി യുഡിഎഫ് നിയോഗിച്ച ഉപസമിതി ഇന്ന് വീണ്ടും യോഗം ചേരും. ഇന്നത്തെ യോഗത്തിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും. റിപ്പോർട്ട് ഇന്ന് തന്നെ യുഡിഎഫ് കൺവീനർക്ക് കൈമാറുമെന്നും സൂചനയുണ്ട്. ചെറുകിട തോട്ടം തൊഴിലാളികളെ പാട്ടക്കുടിശ്ശികയിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശം. കൂടാതെ പാട്ടകാലാവധി കഴിഞ്ഞ ഭൂമി നെല്ലിയാമ്പതിയിൽ ഇല്ലെന്നും സമിതി കണ്ടെത്തിയിട്ടുണ്ട്. സമിതിക്ക് ലഭിച്ച കൂടുതൽ പരാതികൾ കൂടി പരിഗണിച്ചാവും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. കൊട്ടാരക്കര സപ്ലൈകോ ഡിപ്പോ തെരുവ് നായ്ക്കൾ താവളമാക്കിയെന്ന കൈരളി പീപ്പിൾ വാർത്തയെ തുടർന്ന് ക്വാളിറ്റി കൺട്രോളർ ഇന്ന് പഞ്ചസാരയുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കും. തെരുവ് നായ്ക്കൾ മലമൂത്ര വിസർജനം നടത്തുന്നത് പഞ്ചസാര ചാക്കുകളുടെ മുകളിലാണെന്ന് ഇന്നലെ കൈരളി പീപ്പിൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആറന്മുളയ്ക്ക് പിന്നാലെ ഇടുക്കിയിലെ അണക്കരയിലും വിമാനത്താവള നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിവാദം പുകയുന്നു. വൻതോതിൽ നെൽവയൽ നികത്തേണ്ടി വരുമെന്നതും ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നതുമാണ് നിർദ്ദിഷ്ട വിമാനത്താവളത്തിനെതിരെയുള്ള പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം. ഇടുക്കി അണക്കരയിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകവേ പദ്ധതിക്കെതിരെ പ്രദേശത്ത് പ്രതിഷേധം പുകയുകയാണ്. ആദ്യഘട്ടമായി നടത്തിയ സാധ്യതാ പഠനമനുസരിച്ച് പുതിയ വിമാനത്താവളം പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകർക്കുമെന്നതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. റൺവേ നിർമ്മാണത്തിനായി ചങ്കുരുണ്ടാൻ ഉൾപ്പെടെയുള്ള മലനിരകൾ ഇടിച്ചു നിരത്തേണ്ടിവരും. ഇരുപ്പൂ കൃഷി നടത്തുന്ന 100 കണക്കിന് ഏക്കർ നെൽവയൽ മണ്ണിട്ട് നികത്തേണ്ടതായും വരും. ഏകദേശം 5000-ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നത് പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുന്നു. ഈ നെൽപ്പാടങ്ങൾ നശിപ്പിച്ച് ഈ നീരൊഴുക്കൊക്കെ നശിപ്പിച്ച് ഈ മലകൾ ഇടിച്ചു നിരത്തി ഇവിടെ വിമാനത്താവളം പണിയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭേദം ഞങ്ങളെ കൂടി ഇട്ട് മൂടി വിമാനത്താവളം പണിയുക. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ വിമാനത്താവളത്തിനെ എതിർക്കുകയാണ്. ജീവിക്കാൻ അനുവദിക്കത്തില്ലെങ്കിൽ ഈ വിമാനത്താവളത്തിനോട് കൂടി ഞങ്ങൾ തീർക്കുക. അതേ ഗവൺമെന്റിന്റെ മുന്നിലുള്ളൂ. വിമാനത്താവള വിരുദ്ധ സമിതി രൂപീകരിച്ച ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. എന്നാൽ പദ്ധതി ഹൈറേഞ്ചിന് പുതിയ വികസന സാധ്യതകൾ തുറക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പദ്ധതിയെ അനുകൂലിക്കുന്നവരും ഈ മേഖലയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ FSCT പ്രതിസന്ധി.
പ്രവർത്തന മൂലധനത്തിന്റെ അഭാവവും വളം ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഉയർന്ന വിലയുമാണ് ഫാക്ടിന് തകർച്ചയിലേക്ക് നയിക്കുന്നത്. ഫാക്ടിനെ രക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ 450 കോടി രൂപയുടെ വായ്പ അനുവദിക്കണമെന്ന് സേഫ് ഫാക്ട് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷം FACT 19.8 കോടി രൂപ ലാഭത്തിലായിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ പകുതിയിലെ നഷ്ടം 100 കോടി രൂപ കവിഞ്ഞു. പ്രവർത്തന മൂലധനത്തിന്റെ അഭാവം കാരണം ബാങ്കുകളിൽ നിന്ന് 600 കോടി രൂപ പ്രതിവർഷം ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വരുന്നു. ഇതുവഴി 100 കോടിയിലധികം രൂപ അധിക പലിശ ബാധ്യത ഉണ്ടാക്കുന്നതായി സേഫ് ആക്ട് ആക്ഷൻ കമ്മിറ്റി കൺവീനർ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു. ഒരു 450 കോടി രൂപയെങ്കിലും സോഫ്റ്റ് ലോണായി, പലിശയില്ലാത്ത വായ്പയാണെങ്കിൽ അത്, അല്ല നേരിയ പലിശയോടുകൂടിയാണെങ്കിൽ അത് ലഭ്യമാക്കണമെന്ന് ഡിയോലൈറ്റ് എന്ന് പറയുന്ന അന്തർദേശീയ ഏജൻസി ഗവൺമെന്റ് തന്നെ നിയോഗിച്ചതനുസരിച്ച് നിർദ്ദേശിച്ചിട്ട് വർഷം 4 കഴിഞ്ഞു. അത് ഇതുവരെയും പ്രവൃത്തിപഥത്തിൽ വന്നിട്ടില്ല. രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാഫ്തയുടെ വിലവർദ്ധനയ്ക്കനുസരിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. വളമുൽപാദന ചെലവിന്റെ 1/3 മാത്രമാണ് വിൽപ്പന വിലയായി ലഭിക്കുന്നത്. ബാക്കി തുക കേന്ദ്ര സർക്കാരിൽ നിന്ന് സബ്സിഡിയായി ലഭിക്കേണ്ടതാണ്. സബ്സിഡി ലഭിക്കുന്നതിലെ കാലതാമസവും FACTയെ നഷ്ടത്തിലേക്ക് നയിക്കുന്നു. പ്രൊഫഷണൽ മാനേജ്മെന്റിന്റെ അഭാവവും മുഴുവൻ സമയ CMD ഇല്ലാത്തതും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നു. യൂറിയ പ്ലാന്റ് ഉൾപ്പെടെയുള്ള വൈവിധ്യവൽക്കരണത്തിലൂടെയും നവീകരണത്തിലൂടെയും മാത്രമേ ഫാക്ടിനെ രക്ഷിക്കാൻ കഴിയൂവെന്നും ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അബുദാബി കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിൽ വലിയതുറ പോലീസ് ഇന്ന് അന്താരാഷ്ട്ര എയർപോർട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തും. എയർപോർട്ട് മാനേജർ, ഡയറക്ടർ എന്നിവരിൽ നിന്നാണ് തെളിവെടുപ്പ് നടത്തുക. പൈലറ്റ് നൽകിയ പരാതിയനുസരിച്ച് വിമാനത്തിലുണ്ടായിരുന്ന 6 യാത്രക്കാർക്ക് പോലീസ് നോട്ടീസ് നൽകും. ശംഖുമുഖം AC വിമലിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. എറണാകുളം വൈറ്റില ഗോൾഡ് സുക്കിലെ KFCയിൽ നിന്ന് ലഭിച്ചത് ചീഞ്ഞളിഞ്ഞ ചിക്കൻ. തിരുവനന്തപുരം സ്വദേശികൾ വാങ്ങിയ ചിക്കനാണ് പഴകി ദുർഗന്ധം വമിക്കുന്ന നിലയിൽ കണ്ടത്. വിവരമറിയിച്ചിട്ടും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്താൻ തയ്യാറായില്ല. മനോജും അനൂപും കുടുംബവും ഓർഡർ ചെയ്ത ചിക്കൻ ബക്കറ്റിലെ ഒരു ചിക്കൻ കഷ്ണം മകൾ കഴിക്കാനായി എടുത്തപ്പോഴാണ് കടുത്ത ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. ചിക്കനിൽ നിന്നുണ്ടായ ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ടതോടെ ചിക്കന്റെ ഉള്ളു പൊളിച്ചപ്പോഴാണ് ചിക്കന് നിറമാറ്റമുള്ളതായി കണ്ടെത്തിയതെന്ന് മനോജ് പറഞ്ഞു. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മോളൊരു പീസ് കഴിച്ചിട്ട് പറഞ്ഞു ഒരു വല്ലാത്തൊരു സ്മെല്ല് വരണുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആദ്യം ഇത് കാര്യമാക്കിയില്ല. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തെ KFCയുടെ കാര്യം ഞങ്ങൾ ഓർത്തത്. അപ്പം തന്നെ അത് അനൂപ് ചേട്ടൻ, മോളുടെ അച്ഛൻ, അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വല്ലാത്ത സ്മെല്ല് ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ പിന്നെ കഴിക്കേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും അവർ KFCയിൽ എത്താൻ തയ്യാറായില്ല. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ല എന്നതായിരുന്നു അവരുടെ ന്യായം. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം KFCയിൽ നിന്നും പുഴുവരിച്ച ചിക്കൻ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.